ഇവിടെ കുറച്ച് മലയാളം ഫുട്ബോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലാതെ മഞ്ഞപ്പടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിക്ക് വേണ്ടി അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് വിങ്ങുകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണുള്ളത്? ടീമിനും ഫാൻസിനും ഇടയിൽ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുമ്പോൾ മാത്രം മൈക്കും എടുത്തുകൊണ്ട് വരുന്ന കുറച്ച് മുൻനിര മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉള്ള ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് കാണാൻ മഞ്ഞപ്പടയുടെ ഗാലറിയിൽ, അതായത് ഈസ്റ്റ് ഗാലറിയിൽ എത്തി അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഷൂട്ട് ചെയ്ത് ചാനലിലിട്ട് റീച്ച് ഉണ്ടാക്കിയവർ വരെ ഇവിടെ ഉണ്ട്. അവര് പോലും, ഞാൻ പറയുന്നത് കാർത്തിക് സൂര്യയെ പോലുള്ള ആളുകൾ അവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ മാച്ചിന്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർ ഭയങ്കര സംഭവമായിട്ട് അവരുടെ ചാനലിലൊക്കെ ഇട്ട് ഭയങ്കര റീച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കോൾമി ഷാസാം വന്നിട്ടുണ്ട് അവിടെ കളി കാണാൻ. അങ്ങനെ പലരും, മലയാളത്തിലുള്ള പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവിടെ വന്നിട്ട് ആ മാച്ചിന്റെ എക്സ്പീരിയൻസ് അവർ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആരാധക കൂട്ടം ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരാരും ഒരു അക്ഷരം പോലും ഇന്നേ വരെ മിണ്ടിയിട്ടില്ല. ഇവർ അന്നൊരു കളി കാണാൻ വേണ്ടി മാത്രം വന്നായിരുന്നോ? അതോ ഇവര്, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. പിന്നെ ബെൻ ബ്ലാക്ക് വന്നു, അതേപോലെ ഫിയാഗോ വന്നു. അങ്ങനെ പലരും ഈസ്റ്റ് ഗാലറിയിൽ വന്ന് കളി കാണാത്തതായിട്ടുള്ള ഇവിടുത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ വളരെ കുറവാണ്, ചുരുക്കം ആളുകളാണ്. വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ചാനലിൽ അപ്ലോഡ് പോയിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് ശരിക്കും കേരളത്തിലുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സമയമാണിത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഫാൻസ് കടന്നു പോയിക്കൊണ്ടിരിക്കും. അതായത് ഫാൻസിന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു മാനേജ്മെന്റ്, ഫാൻസിനോട് ഇത്രയും ഈഗോ കാണിക്കുന്ന ഒരു മാനേജ്മെന്റിന് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ആളുകളുണ്ട്. അതായത് നമ്മുടെ മുൻനിര പഴയ കളിക്കാർ വരെ, CK പോലെയുള്ള അല്ലെങ്കിൽ മുഹമ്മദ് റാഫി പോലെയുള്ള ആളുകളൊക്കെ വന്ന് സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന് സംസാരിക്കുന്ന വീഡിയോസ് വരെ നമ്മൾ കണ്ടു. സോ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കൊള്ളരുതായ്മകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റിന് വേണ്ടി വരെ സംസാരിക്കാൻ ഇവിടെ ആളുണ്ട്. ഫാൻസിന് വേണ്ടി ഇവിടെ ആരുണ്ട്? കുറച്ച് മലയാളം ഫുട്ബോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലാതെ മറ്റാരുണ്ട് ഇവിടെ? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇത് അറിയുന്നില്ല. ഇനി നിങ്ങൾ ഇതേ പറ്റിയിട്ട് ബോധേഡല്ലേ? എന്നാൽ പറയുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ, അതായത് നമ്മുടെ ബാക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഇതേ പറ്റിയിട്ട് സംസാരിച്ച് തുടങ്ങുക. കാരണം ഇത് വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറണം, അത് മാറിയേ പറ്റൂ. ആ പ്രതിസന്ധി അതേപറ്റി നിങ്ങൾ ബോധേഡല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പഠിക്കാനുള്ള ഒരുപാട് വീഡിയോസ് ഇവിടുത്തെ ഫുട്ബോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി എന്താ സംഭവം എന്ന് അറിഞ്ഞിട്ട് അതേ പറ്റിയിട്ടൊക്കെ ഒന്ന് റിയാക്ട് ചെയ്താൽ നന്നായിരിക്കും. താങ്ക് യു.